ഹലോ ഗായ്സ്, എൻ്റെ പേര് ശ്രീലേഖ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഈ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കുറേ പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. നമ്മൾ ഈ ടാക്സൊക്കെ കൊടുത്ത് റോഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റോഡിൻ്റെ അവസ്ഥ ദയനീയ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഞാൻ തൃശ്ശൂരുള്ള ആളാണ്. വിയ്യൂരിനടുത്ത് പാമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ പ്രത്യേകിച്ച് ആ മുണ്ടൂര് ഗുരുവായൂർ റോഡ്, ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇന്നലെ തീരുമാനിക്കുകയാണ് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട്. അപ്പോൾ രാത്രിയാണ് പോണത്, അപ്പോൾ പുലർച്ചെ തൊഴാൻ വേണ്ടിയിട്ടാണ്. രാത്രി പോകുമ്പോൾ കാണുന്ന റോഡ് അത്രയും പൊളിഞ്ഞ് ഈ അതോറിറ്റീസ് ഒന്നും കാണുന്നില്ലേ എന്ന് എനിക്കറിയില്ല. ഈ എന്താ പറയുക, എന്തോ ഒരു ന്യൂസൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ റോഡ് ബസ്സുമ്മേ സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങൾ ആകർഷിക്കും, അതുമൂലം കുറേ ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. അങ്ങനെ കുറേ നിയമങ്ങൾ വരുന്നു. അതിലൊന്നും ഈ റോഡിൻ്റെ ഇഷ്യൂ ഇവർ സംസാരിക്കുന്നില്ല. ഇവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയും ഇവർ സംസാരിക്കുന്നില്ല. 4-4.5 കൊല്ലം നമ്മളെ കഷ്ടപ്പെടുത്തിയതിന് ശേഷം ബാക്കി അവസാനത്തെ 6 മാസം 5 മാസം കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകളൊന്ന് ഒപ്പിച്ച് റോഡ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഒരു പ്രശ്നമില്ലാത്ത റോഡ് ചിലപ്പോൾ കുത്തിപ്പൊളിച്ച് റോഡാക്കി ഭംഗിയാക്കി. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര ഇത്രയെങ്കിലും ചെയ്തല്ലോ, മറ്റേ പാർട്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നാലോചിച്ച് നമ്മൾ ആ സമയത്ത് ഇവരുടെ ചിരി കണ്ട് ഇവരുടെ ഡ്രസ്സിങ്ങൊക്കെ കണ്ടിട്ട് നമ്മൾ വോട്ട് കൊടുക്കും. പിന്നെയും അനുഭവിക്കണത് 4.5 കൊല്ലം ഇതന്നെ. കുറച്ച് മാസം അവർ പിന്നെയും നമ്മൾക്ക് നന്നാവും. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പിന്നെയും ഇതന്നെ ആവർത്തിച്ച് പോകും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇതുകൊണ്ട് മാറ്റം സംഭവിക്കൂ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. കാരണം ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ നോക്കുമ്പോൾ ഒട്ടനവധി ചാനലുകളിൽ ചർച്ച ഓൾറെഡി നടന്നിട്ടുണ്ട്. അതോറിറ്റീസ് ഇതിന് ശേഷവും ഈ വഴി പ്രധാനമന്ത്രി വന്നപ്പോൾ അവർക്ക് പേഴ്സണൽ ജെറ്റൊക്കെ ഉണ്ടല്ലോ, പേഴ്സണൽ ജെറ്റ് കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി വന്നപ്പോൾ അവർക്ക് വടക്കാഞ്ചേരി ആ റൂട്ട് വഴി ഒരു വണ്ടിയോടും ഇല്ലാണ്ട് കറക്റ്റ് ടൈമിന് അവർക്ക് അവിടെ എത്തണം. അതിനനുസരിച്ച് അവർ ട്രാവൽ ഷെഡ്യൂൾ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. അവർ ബെറ്റർ ആയിട്ടുള്ള വഴികളിലൂടെ പോകും. അപ്പോൾ പക്ഷേ മൂന്നാമത്തെ ആൾക്കാർ നമ്മൾ സാധാരണക്കാർ. നമുക്ക് ഈ പ്രൈവറ്റ് ജെറ്റോ AC പിടിപ്പിച്ച കുറേ വാഹനങ്ങളോ പേഴ്സണൽ ബോഡി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള റോഡുകളൊക്കെ നല്ല റോഡുകൾ നോക്കി പോകാനുള്ള സമയമോ ഒന്നും കാര്യങ്ങളില്ല. കാരണം ഇപ്പുറത്തെ റോഡ് കൂടെ പോകുമ്പോൾ നമ്മൾ ഈ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ആ ഒരു അതേ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വടക്കാഞ്ചേരി ആ റൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരുവായൂർക്ക് എളുപ്പം, എൻ്റെ വീട്ടിൽ നിന്ന് എളുപ്പം മുണ്ടൂർ വഴി കൈപ്പറമ്പ് കേച്ചേരി ആ വഴി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ വഴി ഇതുള്ളൂ. എനിക്ക് പേഴ്സണൽ ജെറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചുള്ള വാനുകളോ റോഡുകളോ കാര്യങ്ങളോ, അതായത് എനിക്ക് വേണ്ടിയിട്ട് റോഡിലുള്ള വാഹനങ്ങൾ മാറിത്തരും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എൻ്റെ ടൈമിൻ്റെ വാല്യൂ ഉണ്ട്. നമ്മളും സാധാരണക്കാരാണല്ലോ. അവിടെ ഇരിക്കുന്നവരും സാധാ മനുഷ്യർ തന്നെയാണ്. ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല, ഒരു പാർട്ടിയിലും ഞാൻ ഉള്ള ആളല്ല. ഞാൻ ഒരു പാർട്ടീനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. അതൊക്കെ ഞാൻ പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്യാണ്. ഇനി ഇപ്പോൾ തോന്നും, ഈശ്വര ഇവർ ഇന്ന പാർട്ടിക്കാർ അതുകൊണ്ടായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ ഞാൻ ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ.
ഇതിലും കൂടുതൽ തെളിവ് ഒന്നും ഇല്ല. എന്തോ ഒരു സമയത്ത് കുന്നംകുളം റോഡിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ എന്തോ സമ്മാനം എന്തൊക്കെ കിട്ടും അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഒന്ന് ആലോചിക്കുക, അതായത് ഞങ്ങൾ ഇത്തിരിയെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഈ വഴിയൊന്നും പോവില്ലായിരിക്കാം. ഞാൻ എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതോറിറ്റീസ് ഇത് കാണാത്ത ഇനിയും കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് മാറാനോ മാറ്റം വരുത്താനോ ഒന്നും പോകുമെന്ന് എനിക്ക് കംപ്ലീറ്റ് വിശ്വാസമില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധാരണക്കാരി പറയണേക്കാട്ടും മുന്നേ പ്രശസ്തമായിട്ടുള്ള കുറേ ചാനലുകളിൽ വന്നിട്ടുള്ള ന്യൂസാണിത്. എന്നിട്ടും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അന്നും ഇന്നും ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗുരുവായൂർക്ക് പോകാനുള്ളൊരു റൂട്ടാണ്. അതായത് ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കുറേ പേര് വിസിറ്റ് ചെയ്യുന്നൊരു പിൽഗ്രിം സെൻ്ററാണ്. അപ്പോൾ ആ റോഡൊന്ന് നന്നാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു സ്റ്റേറ്റ് ഹൈവേ കൂടിയാണത്. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. അവർക്കൊന്നും തോന്നുന്നില്ലാണാവോ? കൈയിട്ട് വാരി മതിയായില്ലേ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക. സാധാരണക്കാരെ ഒന്ന് കാണുക. നിങ്ങൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രം ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി ഹൃദയത്തിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുക, ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാം. എനിക്കിതിനെ പറ്റിയിട്ട് പെറ്റീഷൻ കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വൃത്തിയായിട്ട് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൾക്കാരിലേക്ക് ഇത് കാണട്ടെ, ആൾക്കാർ സംസാരിച്ച് തുടങ്ങട്ടെ. ഇവർക്കൊക്കെ ഇഷ്യൂ ആയതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യണ ഒരു പ്രോസസ്സിലൂടെയാണല്ലോ ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് റോഡ് നമുക്ക് കാണില്ല. എത്ര ഹെഡ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ശക്തമായിട്ടുള്ള ഹെഡ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വരുമ്പോൾ ആ തൊട്ട് മുന്നിലെത്തുമ്പോൾ ആ പാതാളക്കുഴി നമ്മൾ കാണണം. അപ്പോൾ വെട്ടിച്ചെടുക്കേണ്ടി വരിക നമുക്ക്. ആ വെട്ടിച്ചെടുക്കുന്നതിൽ വേറൊരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രം പോയി. ഇവർ 2 ദിവസം കരയുമായിരിക്കും മീഡിയയിൽ. വോട്ട് കിട്ടാൻ വേറൊരു കാരണം കൂടി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെങ്കിലും സംസാരിച്ച് തുടങ്ങണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നതാണ്. അത്രയും ഭയാനകരമാണ്. ഞാൻ വീഡിയോയിൽ കണ്ടല്ലോ ഞങ്ങൾ, അത്രയും ഭയാനകരമായിട്ടാണ് ആ റോഡ് കിടക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത്രയും കൈയിട്ട് വാരുന്നതിൽ കുറച്ചൊന്ന് എടുത്ത് ശരിയാക്കിയാൽ മതിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.